നമസ്കാരം കൂട്ടുകാരെ, K-tet സൈക്കോളജി പാർട്ട് 12ലേക്ക് സ്വാഗതം. ഇന്ന് ഗസ്റ്റാൾട്ട് ലോ ഓഫ് ലേണിങ്ങിൽ നിന്നും ഹൈറാർക്കി ഓഫ് മോട്ടീവ്സ്, എബ്രഹാം മാസ്ലോയുടെ ഹൈറാർക്കി ഓഫ് മോട്ടീവ്സിൽ നിന്നുമുള്ള ചോദ്യങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ആദ്യത്തെ ചോദ്യം: അഭിലഷണീയമായ ചോദകങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് പ്രതികരണത്തിൻ്റെ ആവർത്തന സാധ്യത കുറയ്ക്കുന്ന പ്രക്രിയയാണ് ഒമിഷൻ ട്രെയിനിങ്. അഭിലഷണീയമായ ചോദകങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് പ്രതികരണത്തിൻ്റെ ആവർത്തന സാധ്യത കുറയ്ക്കുന്ന പ്രക്രിയയാണ് ഒമിഷൻ ട്രെയിനിങ്. ഓപ്പറൻറ്റ് കണ്ടീഷനിങ്ങുമായി ബന്ധപ്പെട്ട ഒരു പ്രധാന പ്രക്രിയയാണ് ഷേപ്പിംഗ്. ഓപ്പറൻറ്റ് കണ്ടീഷനുമായി ബന്ധപ്പെട്ട ഒരു പ്രധാന പ്രക്രിയയാണ് ഷേപ്പിംഗ്. ജീവികളുടെ വ്യവഹാരത്തിൽ ആവശ്യമായ മാറ്റം വരുത്തുന്നതിന് വേണ്ടി ബോധപൂർവമായി തിരഞ്ഞെടുത്ത പ്രബലനം ഉപയോഗിക്കുന്നതിന് പറയുന്നതാണ് ഷേപ്പിംഗ്. ജീവികളുടെ വ്യവഹാരത്തിൽ ആവശ്യമായ മാറ്റം വരുത്തുന്നതിന് വേണ്ടി ബോധപൂർവമായി തിരഞ്ഞെടുത്ത പ്രബലനം ഉപയോഗിക്കുന്നതിന് പറയുന്നതാണ് ഷേപ്പിംഗ്. മുൻപഠനമില്ലാതെ അനുബന്ധ ചോദകം വഴി വെളിപ്പെടുത്തുന്ന പ്രതികരണമാണ് അനുബന്ധന പ്രതികരണം. മുൻ പഠനമില്ലാതെ അനുബന്ധ ചോദകം വഴി വെളിപ്പെടുത്തുന്ന പ്രതികരണമാണ് അനുബന്ധന പ്രതികരണം. ഒരു ചോദകം നൽകി ജീവിയെക്കൊണ്ട് ചെയ്യിക്കുന്ന പ്രതികരണങ്ങളിലൂടെയാണ് പഠനം നടക്കുന്നത്. ഇതിൽ ചോദകത്തിന് പ്രാധാന്യം നൽകുന്ന അനുബന്ധനമാണ് എസ് ടൈപ്പ് അനുബന്ധനം. ഒരു ചോദകം നൽകി ജീവിയെക്കൊണ്ട് ചെയ്യിക്കുന്ന പ്രതികരണങ്ങളിലൂടെയാണ് പഠനം നടക്കുന്നത്. ഇതിൽ ചോദകത്തിന് പ്രാധാന്യം നൽകുന്ന അനുബന്ധനമാണ് എസ് ടൈപ്പ് അനുബന്ധനം. ജീവി സ്വയം പുറപ്പെടുവിക്കുന്ന പ്രക്രിയകളിലൂടെയാണ് പഠനം നടക്കുക. പ്രതികരണത്തിന് പ്രാധാന്യം നൽകുന്ന അനുബന്ധനത്തിന് പറയുന്ന പേര് ആർ ടൈപ്പ് അനുബന്ധനം. ജീവി സ്വയം പുറപ്പെടുവിക്കുന്ന പ്രതികരണങ്ങളിലൂടെയാണ് പഠനം നടക്കുക. ആ പ്രതികരണത്തിന് പ്രാധാന്യം നൽകുന്ന അനുബന്ധനത്തിന് പറയുന്ന പേരാണ് ആർ ടൈപ്പ് അനുബന്ധനം. നെക്സ്റ്റ്, ക്രമീകൃത പഠനം എന്ന പ്രസിദ്ധമായ പദ്ധതിക്ക് അടിസ്ഥാനപരമായ തത്വം സ്കിന്നേറിയൻ തത്വങ്ങൾ. സ്കിന്നറുടെ ഓപ്പറൻറ്റ് സിദ്ധാന്തത്തെ അവലംബിച്ചുകൊണ്ട് കെല്ലർ വികസിപ്പിച്ചെടുത്ത അധ്യാപന പദ്ധതി വൈയക്തിക ബോധന പദ്ധതി അല്ലെങ്കിൽ കെല്ലർ പ്ലാൻ. സ്കിന്നറുടെ ഓപ്പറൻറ്റ് സിദ്ധാന്തത്തെ അവലംബിച്ചുകൊണ്ട് കെല്ലർ വികസിപ്പിച്ചെടുത്ത അധ്യാപന പദ്ധതി വൈയക്തിക ബോധന പദ്ധതി അല്ലെങ്കിൽ കെല്ലർ പ്ലാൻ. വ്യക്തി കേന്ദ്രീകൃത പഠനത്തിന് ഏറ്റവും അനുയോജ്യമായ രീതി ക്രമീകൃത പഠനം. വ്യക്തി കേന്ദ്രീകൃത പഠനത്തിന് ഏറ്റവും അനുയോജ്യമായ രീതി ക്രമീകൃത പഠനം. ശാഖീകരണ രീതി ആദ്യമായി അവലംബിച്ചത് നോർമാൻ ക്രൗഡ്. ശാഖീകരണ രീതി ബ്രാഞ്ചിങ് ആദ്യമായി അവലംബിച്ചത് നോർമാൻ ക്രൗഡ്. ഒന്നാമത്തെ ഫ്രെയിമിലെ ചോദ്യങ്ങൾക്ക് ശരിയുത്തരം ലഭിക്കാത്ത പക്ഷം പഠിതാവിനെ മറ്റൊരു പാതയിലൂടെ തിരിച്ചുവിട്ട് വീണ്ടും അടുത്ത ഫ്രെയിമിലെ ചോദ്യത്തിലേക്ക് തന്നെ കൊണ്ടുചെന്ന് എത്തിക്കുന്ന രീതിയാണ് ശാഖീകരണ രീതി. ഒന്നാമത്തെ ഫ്രെയിമിലെ ചോദ്യങ്ങൾക്ക് ശരിയുത്തരം ലഭിക്കാത്ത പക്ഷം പഠിതാവിനെ മറ്റൊരു പാതയിലൂടെ തിരിച്ചുവിട്ട് വീണ്ടും അടുത്ത ഫ്രെയിമിലെ ചോദ്യത്തിലേക്ക് തന്നെ കൊണ്ടുചെല്ലുന്ന രീതിയാണ് ശാഖീകരണ രീതി. പഠന പ്രക്രിയയിൽ സ്കിന്നേറിയൻ ആശയങ്ങളുടെ ക്രമം: പ്രതികരണം, ചോദകം, പ്രബലനം. പഠന പ്രക്രിയയിൽ സ്കിന്നേറിയൻ ആശയങ്ങളുടെ ക്രമം: പ്രതികരണം, ചോദകം, പ്രബലനം. സ്കിന്നറുടെ പ്രധാന കൃതികൾ: വെർബൽ ബിഹേവിയർ, ദ ബിഹേവിയർ ഓഫ് ഓർഗാനിസംസ്, സയൻസ് ആൻഡ് ഹ്യൂമൻ ബിഹേവിയർ. സ്കിന്നറുടെ പ്രധാന കൃതികൾ: വെർബൽ ബിഹേവിയർ, ദ ബിഹേവിയർ ഓഫ് ഓർഗാനിസം, സയൻസ് ആൻഡ് ഹ്യൂമൻ ബിഹേവിയർ. നെക്സ്റ്റ്, ഗണിതശാസ്ത്രത്തിലെ രാജകുമാരൻ എന്നറിയപ്പെടുന്നത് കാൾ ഫ്രെഡറിക് ഗ്വാസ്. ഗണിതശാസ്ത്രത്തിലെ രാജകുമാരൻ കാൾ ഫ്രെഡറിക് ഗ്വാസ്. വില്യം വുണ്ടിൻ്റെ ഘടനാവാദത്തോടും അന്തർനിരീക്ഷണ സമീപനങ്ങളോടും പാവ്ലോവ്, വാട്സൺ തുടങ്ങിയവരുടെ വ്യവഹാരവാദത്തോടുമുള്ള വിമർശനം എന്ന നിലയിൽ ജർമ്മനിയിൽ രൂപം കൊണ്ട അമേരിക്കയിൽ വളർന്ന പ്രസ്ഥാനമാണ് ഗസ്റ്റാൾട്ട് മനഃശാസ്ത്രം. വില്യം വുണ്ടിൻ്റെ ഘടനാവാദത്തോടും അന്തർനിരീക്ഷണ സമീപനങ്ങളോടും പാവ്ലോവ്, വാട്സൺ തുടങ്ങിയവരുടെ വ്യവഹാരവാദങ്ങളോടുമുള്ള വിമർശനം എന്ന നിലയിൽ
ജർമ്മനിയിൽ രൂപം കൊണ്ട അമേരിക്കയിൽ വളർന്ന പ്രസ്ഥാനമാണ് ഗസ്റ്റാൾട്ട് മനഃശാസ്ത്രം. പരിസരത്തിൻ്റെ സമഗ്രതയിൽ നിന്നുളവാകുന്ന ഉൾക്കാഴ്ചയാണ് പഠനത്തിന് നിദാനം എന്ന് കരുതുന്ന സമീപനമാണ് ഗസ്റ്റാൾട്ട് സിദ്ധാന്തം. പരിസരത്തിൻ്റെ സമഗ്രതയിൽ നിന്നുളവാകുന്ന ഉൾക്കാഴ്ചയാണ് പഠനത്തിന് നിദാനം എന്ന് കരുതുന്ന സമീപനമാണ് ഗസ്റ്റാൾട്ട് സിദ്ധാന്തം. ഗസ്റ്റാൾട്ട് എന്ന ജർമ്മൻ പദത്തിൻ്റെ അർത്ഥം രൂപഘടന. ഗസ്റ്റാൾട്ട് എന്ന ജർമ്മൻ പദത്തിൻ്റെ അർത്ഥം രൂപഘടന. പ്രത്യക്ഷണത്തെ അടിസ്ഥാനമാക്കിയുള്ള ഒരു മനോവിജ്ഞാന ശാഖയാണ് ഗസ്റ്റാൾട്ട് സിദ്ധാന്തം. പ്രത്യക്ഷണത്തെ അടിസ്ഥാനമാക്കിയുള്ള ഒരു മനോവിജ്ഞാന ശാഖയാണ് ഗസ്റ്റാൾട്ട് സിദ്ധാന്തം. സുൽത്താൻ എന്ന ചിമ്പാൻസിയെ ഉപയോഗിച്ച് പരീക്ഷണം നടത്തിയത് കോഹ്ലർ. സുൽത്താൻ എന്ന ചിമ്പാൻസിയെ ഉപയോഗിച്ച് പരീക്ഷണം നടത്തിയത് കോഹ്ലർ. കോഴിക്കുഞ്ഞുങ്ങളിലും കുതിരകളിലും പരീക്ഷണം നടത്തിയത് മാക്സ് വെർത്തീമർ. കോഴിക്കുഞ്ഞുങ്ങളിലും കുതിരകളിലും പരീക്ഷണം നടത്തിയത് മാക്സ് വെർത്തീമർ. പഠനത്തിലെ സമഗ്രതാ നിയമങ്ങൾ ഗസ്റ്റാൾട്ട് ലോ ഓഫ് ലേണിംഗ് ഏതെല്ലാം? സാമ്യതാ നിയമം, സാമീപ്യ നിയമം, സമ്പൂർണ്ണ നിയമം, തുടർച്ചാ നിയമം, രൂപപശ്ചാത്തല ബന്ധം. സാമ്യതാ നിയമം ലോ ഓഫ് സിമിലാരിറ്റി, സാമീപ്യ നിയമം ലോ ഓഫ് പ്രോക്സിമിറ്റി, സമ്പൂർണ്ണ നിയമം ലോ ഓഫ് ക്ലോഷർ, തുടർച്ചാ നിയമം ലോ ഓഫ് കണ്ടിന്യൂറ്റി, രൂപപശ്ചാത്തല ബന്ധം ഫിഗർ ഗ്രൗണ്ട് റിലേഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അംശങ്ങളെ സമാനമായി പ്രത്യക്ഷണം ചെയ്യുമ്പോൾ അവയെ പരസ്പര ബന്ധിതമായും പ്രത്യക്ഷണം ചെയ്യുന്നതാണ് സാമ്യതാ നിയമം. അംശങ്ങളെ സമാനമായി പ്രത്യക്ഷണം ചെയ്യുമ്പോൾ അവയെ പരസ്പര ബന്ധിതമായും പ്രത്യക്ഷണം ചെയ്യുന്നതാണ് സാമ്യതാ നിയമം. നെക്സ്റ്റ്, അടുത്തു സ്ഥിതി ചെയ്യുന്ന അംശങ്ങളെ ഓരോ രംഗചിത്രീകരണത്തിൻ്റെ ഭാഗങ്ങളായി പ്രത്യക്ഷണം ചെയ്യുന്നതാണ് സാമീപ്യ നിയമം. അടുത്തു സ്ഥിതി ചെയ്യുന്ന അംശങ്ങളെ ഓരോ രംഗചിത്രീകരണത്തിൻ്റെ ഭാഗങ്ങളായി പ്രത്യക്ഷണം ചെയ്യുന്നതാണ് സാമീപ്യ നിയമം. 8 രേഖകളെ 4 സെറ്റ് രേഖാഖണ്ഡങ്ങളായി പ്രത്യക്ഷണം ചെയ്യുന്ന രീതിയാണ് ഇവിടെ എക്സാമ്പിളായി കൊടുത്തിട്ടുള്ളത്. ഒരു രൂപത്തിലോ ചിത്രത്തിലോ ഉള്ള വിടവുകൾ പൂർത്തിയാകാനുള്ള പ്രവണത കാണിക്കുന്നതാണ് സമ്പൂർണ്ണ നിയമം. ഇത് കുറേ കുത്തുകളാണെങ്കിലും ചതുരമായി നമുക്ക് തോന്നുന്നത് എക്സാമ്പിളാണ്. നെക്സ്റ്റ്, പ്രത്യേക ഘടകങ്ങളെ നമുക്ക് അർത്ഥപൂർണമായ ഒരു തുടർ രേഖയോ രൂപമാതൃകയോ കിട്ടാൻ പാകത്തിൽ ശൃംഖലനം ചെയ്യുന്നതാണ് തുടർച്ചാ നിയമം. ഒരു പ്രത്യേക ഘടകങ്ങളെ നമുക്ക് അർത്ഥപൂർണമായ തുടർ രേഖയോ രൂപമാതൃകയോ കിട്ടാൻ പാകത്തിൽ ശൃംഖലനം ചെയ്യുന്നതാണ് തുടർച്ചാ നിയമം. ചിത്രത്തിൽ ഒരുപാട് ഏകവൃത്തങ്ങളാണെങ്കിലും ഒരു ചാക്രിക രേഖയായി നമുക്ക് തോന്നുന്നു. നെക്സ്റ്റ്, വസ്തുവിനെ അല്ലെങ്കിൽ ഒരു ചിത്രത്തെ അതിൻ്റെ പശ്ചാത്തലത്തിൽ നിന്നും വിവേചിച്ച് അറിയുന്നതോടൊപ്പം പശ്ചാത്തലത്തിനനുസരിച്ച് ഭിന്ന ദൃശ്യങ്ങൾ കാണുകയും ചെയ്യുന്നതാണ് രൂപപശ്ചാത്തല ബന്ധം. വസ്തുവിനെ അല്ലെങ്കിൽ ഒരു ചിത്രത്തെ അതിൻ്റെ പശ്ചാത്തലത്തിൽ നിന്നും വിവേചിച്ചറിയുന്നതോടൊപ്പം പശ്ചാത്തലത്തിനനുസരിച്ച് ഭിന്ന ദൃശ്യങ്ങൾ കാണുകയും ചെയ്യുന്നതാണ് രൂപപശ്ചാത്തല ബന്ധം. അന്തർദൃഷ്ടി പഠനത്തിലെ ഘട്ടങ്ങൾ ഏതെല്ലാം? സമഗ്രവീക്ഷണം, പൂർവാനുഭവ സമന്വയം, അംശങ്ങളും പൂർണ്ണവും തമ്മിലുള്ള ബന്ധസ്ഥാപനം, ദൃശ്യക്ഷേത്രത്തിൻ്റെ പുനഃസംഘടന, പൊടുന്നനെയുള്ള പ്രശ്നപരിഹാരം. അന്തർദൃഷ്ടി പഠനത്തിലെ ഘട്ടങ്ങളാണ് പറഞ്ഞത്. സമഗ്രവീക്ഷണം, പൂർവാനുഭവ സമന്വയം, അംശങ്ങളും പൂർണ്ണവും തമ്മിലുള്ള ബന്ധസ്ഥാപനം, ദൃശ്യക്ഷേത്രത്തിൻ്റെ പുനഃസംഘടന, പൊടുന്നനെയുള്ള പ്രശ്നപരിഹാരം. പഠന പ്രക്രിയയെ അപഗ്രഥിച്ച് അവയെ സങ്കീർണതയ്ക്കനുസൃതമായി ക്രമീകരിക്കാനുള്ള ഗാഗ്നയുടെ ശ്രമം അറിയപ്പെടുന്നത് ഹൈറാർക്കി ഓഫ് ലേണിംഗ്. പഠന പ്രക്രിയയെ അപഗ്രഥിച്ച് അവയെ സങ്കീർണതയ്ക്കനുസൃതമായി ക്രമീകരിക്കാനുള്ള ഗാഗ്നയുടെ ശ്രമം അറിയപ്പെട്ടത് ഹൈറാർക്കി ഓഫ് ലേണിംഗ്. ഗാഗ്നെ പഠനത്തെ എത്ര തരത്തിലാണ് വിവരിക്കുന്നത്? 8 തരത്തിലാണ് വിവരിക്കുന്നത്.
ആദ്യത്തേത് സംജ്ഞാ പഠനം, ചോദക പ്രതികരണ പഠനം, ശൃംഖലനം, ഭാഷാപര സംയോജനം, ബഹുമുഖ വിവേചനം, ആശയപഠനം, തത്വപഠനം, പ്രശ്നനിർദ്ധാരണം. സംജ്ഞാ പഠനം, ചോദക പ്രതികരണ പഠനം, ശൃംഖലനം, ഭാഷാപര സംയോജനം, ബഹുമുഖ വിവേചനം, ആശയപഠനം, തത്വപഠനം, പ്രശ്നനിർദ്ധാരണം. ഗാഗ്നയുടെ ഹെറാർക്കി ഓഫ് ലേണിങ്ങിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അതൊന്ന് നോക്കുക കേട്ടോ, നോക്കുന്നത് നന്നായിരിക്കും. നെക്സ്റ്റ്, ക്ഷേത്ര സിദ്ധാന്തത്തിൻ്റെ പ്രധാന പ്രയോക്താവ് കാർട്ട് ലെവിൻ. കുട്ടികളുടെ ബുദ്ധിപരമായ വികാസത്തെ ത്വരിതപ്പെടുത്താനും കൂടുതൽ മികവുറ്റതാക്കാൻ ഉതകുന്ന രീതിയിൽ ഒരു സാംസ്കാരിക ഉപകരണമാണ് വിദ്യാഭ്യാസം എന്ന് അഭിപ്രായപ്പെട്ടത് ജെറോം എസ് ബ്രൂണർ. കുട്ടികളുടെ ബുദ്ധിപരമായ വികാസത്തെ ത്വരിതപ്പെടുത്താനും കൂടുതൽ മികവുറ്റതാക്കാൻ ഉതകുന്ന രീതിയിൽ ഒരു സാംസ്കാരിക ഉപകരണം ആണ് വിദ്യാഭ്യാസം എന്ന് അഭിപ്രായപ്പെട്ടത് ജെറോം എസ് ബ്രൂണർ. ആശയരൂപീകരണ പ്രക്രിയയെ ബ്രൂണർ എത്ര ഘട്ടങ്ങളായി വിശദീകരിക്കുന്നു? 3 ഘട്ടങ്ങളായിട്ടാണ് ആശയരൂപീകരണ പ്രക്രിയയെ വിഭജിക്കുന്നത്. പ്രവർത്തനഘട്ടം, ബിംബനഘട്ടം, പ്രതിരൂപാത്മക ഘട്ടം. പ്രവർത്തനഘട്ടത്തിൽ കായിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടുള്ള പഠനമാണ് ഈ ഘട്ടത്തിൽ നടക്കുന്നത്. ഏതൊരാശയത്തിൻ്റെയും പ്രാഥമിക തലം പ്രവർത്തനത്തിൻ്റേതാണ് എന്നതാണ് ബ്രൂണറുടെ അഭിപ്രായം. കായിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടുള്ള പഠനമാണ് ഈ ഘട്ടത്തിൽ നടക്കുന്നത്. ഏതൊരാശയത്തിൻ്റെയും പ്രാഥമിക തലം പ്രവർത്തനത്തിൻ്റേതാണ് എന്നതാണ് ബ്രൂണറുടെ അഭിപ്രായം. ബിംബനഘട്ടം, നേരിട്ടുള്ള അനുഭവത്തിന് പകരം ബിംബങ്ങൾ ഉപയോഗിച്ചുള്ള പഠനമാണ് ഈ ഘട്ടത്തിൽ നടക്കുന്നത്. ചിത്രങ്ങൾ, മോഡലുകൾ തുടങ്ങിയവ ഉപയോഗിച്ചുള്ള പഠനമാണ് ഈ ഘട്ടത്തിൽ നടക്കുന്നത്. നെക്സ്റ്റ്, പ്രതിരൂപാത്മക ഘട്ടം. അമൂർത്ത ആശയങ്ങൾ, പ്രതീകങ്ങൾ തുടങ്ങിയവ ഉപയോഗിച്ചുള്ള പഠനമാണ് ഈ ഘട്ടത്തിൽ നടക്കുന്നത്. കുട്ടി നേടിയ അറിവിനെ പ്രതീകങ്ങൾ ഉപയോഗിച്ച് കോഡ് ചെയ്യുവാൻ ഈ ഘട്ടത്തിൽ സാധിക്കുന്നു. അമൂർത്ത ആശയങ്ങൾ, പ്രതീകങ്ങൾ തുടങ്ങിയവ ഉപയോഗിച്ചുള്ള പഠനമാണ് ഈ ഘട്ടത്തിൽ നടക്കുന്നത്. കുട്ടി നേടിയ അറിവിനെ പ്രതീകങ്ങൾ ഉപയോഗിച്ച് കോഡ് ചെയ്യാൻ ഈ ഘട്ടത്തിൽ സാധിക്കുന്നു. പഠിക്കാൻ പഠിക്കൽ എന്ന പ്രയോഗം ആരുടെ പഠനത്തിലൂടെയാണ് പ്രസിദ്ധമായത്? ബ്രൂണർ. പഠിക്കാൻ പഠിക്കൽ എന്ന പ്രയോഗം ആരുടെ പഠനത്തിലൂടെയാണ് പ്രസിദ്ധമായത്? ബ്രൂണർ. ഇത്രയും കാര്യങ്ങളാണ് ഈ ടോപ്പിക്കിൽ ഉൾപ്പെടുത്തിയിരുന്നത്. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. എല്ലാവർക്കും കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇതിന് പി ഡി എഫിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നതായിരിക്കും. ആവശ്യമുള്ളവർക്ക് എടുക്കാം. നിങ്ങൾക്ക് ക്ലാസ് യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സജഷൻസൊക്കെ കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.